ഹായ് ഓൾ, ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അതിന്റെ സിലബസിൽ വരുന്ന ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന് പറയുന്ന മോഡ്യൂളിലെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ കുറച്ച് ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതായത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, ആ ഒരു BJTയുടെ അല്ലെങ്കിൽ ഒരു ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സിന്റെ വളരെ ബേസിക് ആയിട്ട് വരുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ എന്താണ് ഒരു BJT അല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്റർ? ഒരു BJT എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി അതിനെ ഒരു സിംപ്ലി ഒരു ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കാം. കാരണം നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ ഫാമിലിയിൽ തന്നെ നമ്മൾ BJTs ഉണ്ട്, FETs ഉണ്ട്. നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ICസിലൊക്കെ നമ്മൾ FETs ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മോസ്ഫെറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. FET എന്ന് പറയുന്നത് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. BJT എന്ന് പറയുന്നത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസിസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സിമ്പിൾ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ആംപ്ലിഫയർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, RC കപ്പിൾഡ് ആംപ്ലിഫയർ ഒക്കെ. ആ ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് ആ ഒരു ട്രാൻസിസ്റ്റർ ആണ്. അതേപോലെ തന്നെ നമ്മൾ FETs ഉപയോഗിച്ചിട്ടുള്ള ഡിവൈസസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. മോസ്ഫെറ്റ് എന്താണെന്നൊക്കെ നമുക്കറിയാം. ഒരു ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ ആണ്, ഒരു വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ് FET എന്ന് പറയുന്നത്. അതുപോലെ തന്നെ BJT എന്ന് പറയുന്നത് ഒരു കറണ്ട് കൺട്രോൾ ഡിവൈസ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച് വെക്കേണ്ട ഒരു പോയിന്റ് ആണ് BJTയുടെ FETയുടെ കമ്പാരിസൺസ്. അപ്പോൾ അതിൽ വരുന്ന ഒരു മെയിൻ പോയിന്റ് ആണ് BJT ഈസ് എ കറണ്ട് കൺട്രോൾ ഡിവൈസ്. ഇവിടെ ട്രാൻസിസ്റ്റർ ഉദ്ദേശിക്കുന്ന ഒരു BJT ആണ്. സോ ഒരു BJT എന്ന് പറയുന്നത് ഒരു കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് ആണ്. സോ ആ ഒരു ട്രാൻസിസ്റ്ററിനെ അല്ലെങ്കിൽ ഒരു BJT നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നമുക്കറിയാം അത് ആംപ്ലിഫയർ ആയിട്ടും സ്വിച്ച് ആയിട്ടൊക്കെ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ BJT. അപ്പോൾ അതിൽ ഏത് മോഡിൽ ഓപ്പറേറ്റ് ചെയ്താൽ അതിനെ ആംപ്ലിഫയർ ആയിട്ട്, അല്ലെങ്കിൽ ഏത് മോഡിൽ ഓപ്പറേറ്റ് ചെയ്താൽ അതിനെ സ്വിച്ച് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. അതൊക്കെ അതിന്റെ ബയാസിങ്ങുമായിട്ടൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രാൻസിസ്റ്ററിനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് NPN ആൻഡ് PNP ടൈപ്പ്. അപ്പോൾ അതിൽ NPN ടൈപ്പിന്റെ സിമ്പലാണ് ഈ കൊടുത്തേക്കുന്നത്, PNPയുടെ സിമ്പലാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇത് എമിറ്റർ ടെർമിനലാണ്, ഇത് ബേസ്, ഇത് കളക്ടർ. സോ ഇവിടെ എമിറ്റർ ഉണ്ട്, എമിറ്റർ, ബേസ്, കളക്ടർ, 3 ടെർമിനൽസ് ഉള്ള ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. അതുപോലെ തന്നെ 2 PN ജംഗ്ഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതൊരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. 2 PN ജംഗ്ഷൻസ് ഇങ്ങനെ, അല്ലെങ്കിൽ 2 ഡയോഡ്സിനെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്തേക്കുന്ന ഒരു സ്ട്രക്ചറാണ് ട്രാൻസിസ്റ്ററിന് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു, NPN ആൻഡ് PNP. അതിന്റെ 3 ടെർമിനൽസ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അതിന്റെ ഫീച്ചേഴ്സിലോട്ട് പോകാം, അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഒരു NPN ട്രാൻസിസ്റ്റർ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിനൊരു N റീജിയൻ ഉണ്ട്, ഒരു P റീജിയൻ ഉണ്ട്, ദെൻ ഒരു N റീജിയൻ ഉണ്ട്. അതാണ് ഒരു NPN ട്രാൻസിസ്റ്ററിന്റെ സ്ട്രക്ചർ. അപ്പൊ അതുപോലെ തന്നെ PNP നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഇതിൽ 3 ടെർമിനൽസ് ഉണ്ട്. അതായത് ഞാൻ ഫസ്റ്റ് N-നെ ഞാൻ എമിറ്റർ ആയിട്ട് എടുത്തു, സെക്കൻഡ് P-യെ ഞാൻ ബേസ് ആയിട്ട് എടുത്തു, ദെൻ അടുത്ത N-നെ ഞാൻ കളക്ടർ ആയിട്ട് എടുത്തു. അപ്പൊ അങ്ങനെ നമ്മുടെ 3 ടെർമിനൽസ്. അപ്പം ഫസ്റ്റ് N റീജിയൻ ആണ് എമിറ്റർ റീജിയൻ, രണ്ടാമത്തെ P റീജിയൻ ആണ് ബേസ് റീജിയൻ, ദെൻ കളക്ടർ റീജിയൻ എന്ന് പറയുന്നത് അടുത്തത് N ആണ്. ഈ 3 ടെർമിനൽസിനും അല്ലെങ്കിൽ ഈ 3 റീജിയൻസിനും ഓരോ പ്രത്യേകതയുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ് എല്ലാം നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം, നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്, ബേസിന് വളരെ പ്രത്യേകതയുള്ള ഒരു ടെർമിനലാണ് ബേസ്. സോ ബേസിന്റെ ഡോപ്പിംഗ്, അതേപോലെ തന്നെ എമിറ്റർ ഉണ്ട്, എമിറ്റർ, അതേപോലെ തന്നെ കളക്ടർ. അപ്പൊ ഇത് 3 നമ്മുടെ ടെർമിനൽസ്. അതില് ലോ ഡോപ്പിംഗ് ആണ്, അല്ലെങ്കിൽ ലീസ്റ്റ് ഡോപ്പിംഗ് ഉള്ളതാണ് നമ്മുടെ ബേസ്. ഹെവിലി ഡോപ്ഡ് ആണ്. ഹെവിലി ഡോപ്ഡ് എന്ന് പറയുമ്പോൾ ഡോപ്പിംഗ് വളരെ കൂടുതലാണ് എമിറ്ററിന്. കളക്ടറിന് ഒരു മോഡറേറ്റ് ഡോപ്പിംഗ് ആണ്. ഇതാണ് മോഡറേറ്റ് ഡോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ, ആ രീതിയിലാണ് അതിന്റെ ഡോപ്പിംഗ് പോകുന്നത്. അപ്പോൾ ഡോപ്പിംഗിന്റെ ബേസിൽ നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, എമിറ്റർ, ബേസ്. അതുപോലെ തന്നെ സൈസ് നോക്കുവാണെങ്കിലും ലീസ്റ്റ് സൈസ് വരുന്നത് ബേസിനാണ്. അപ്പൊ എല്ലാം ബേസിന് കുറവാണ്. അതേപോലെ തന്നെ എമിറ്ററിന് പക്ഷെ മോഡറേറ്റ് സൈസ് ആണ് നമ്മുടെ എമിറ്റർ റീജിയൻ. പക്ഷെ കളക്ടർ എന്ന് പറയുന്നത് മാക്സിമം പവർ ഡിസിപ്പേഷൻ ഒക്കെ നടക്കുന്നത് കളക്ടറിൽ നിന്നാണ്. സോ അതുകൊണ്ട് അതിന്റെ സൈസ് ലാർജ് സൈസ്. അപ്പൊ ഇതാണ് 2 കമ്പാരിസൺ. ഇനി നമുക്ക് അതിന്റെ ഫംഗ്ഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ എമിറ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് എമിറ്റ്സ് ദ
മെജോറിറ്റി കാരിയേഴ്സ്. അപ്പൊ എമിറ്റർ ചെയ്യുന്നത് ഇറ്റ് എമിറ്റ്സ് മെജോറിറ്റി കാരിയേഴ്സ്. മെജോറിറ്റി കാരിയേഴ്സിനെ എമിറ്റ് ചെയ്യുക, ഇതാണ് നമ്മുടെ എമിറ്റർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബേസ് എന്താണ്? ഈ എമിറ്റർ എമിറ്റ് ചെയ്ത ഇപ്പോൾ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസ്, NPN ആണെങ്കിൽ ഇലക്ട്രോൺസിനെ ആയിരിക്കും അവിടുത്തെ മെജോറിറ്റി കാരിയർ ആയിട്ട്, ഒരു NPN ട്രാൻസിസ്റ്ററിനകത്ത് മെജോറിറ്റി കാരിയർ. അപ്പൊ ഇലക്ട്രോൺസ് ആയിരിക്കും ബേസിലേക്ക് പോകുന്നത്. ബേസിലാണ് നമ്മുടെ റീകോമ്പിനേഷൻ ഒക്കെ നടക്കുന്നത്, ബേസിലാണ്. ദെൻ കളക്ടർ ആണ് കളക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് കളക്ട്സ് മെജോറിറ്റി കാരിയേഴ്സ് എമിറ്റഡ് ബൈ ദ എമിറ്റർ. അപ്പം ബേസ് വഴി അത് കളക്ടറിലേക്കാണ് പോകുന്നത്. അപ്പൊ അതൊക്കെ ബേസ് ചെയ്ത് കഴിഞ്ഞ തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓപ്പറേറ്റീവ്, ഒരു PNP ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് തന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് നമുക്ക് വളരെ വർക്കിംഗ് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബേസിക് കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിന് 2 ജംഗ്ഷൻസ് ഉണ്ട്. 2 ജംഗ്ഷൻ ഉണ്ട്. BJT ഹാസ് 2 ജംഗ്ഷൻസ് അല്ലെങ്കിൽ 2 PN ജംഗ്ഷൻസ്. ഇവിടെ നമുക്ക് കാണാം ഒരു ജംഗ്ഷൻ ഇതാണ്, ഒരു ജംഗ്ഷൻ ഏതാണ്? ഈ റീജിയൻ ആണ്. ഒരു P വരെ N ചേരുന്ന ഒരു എമിറ്റർ ബേസ് ജംഗ്ഷൻ. ദെൻ അടുത്ത P N ചേരുന്ന ഈ ജംഗ്ഷൻ, ഇത് കളക്ടർ ബേസ് ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഉണ്ട്, കളക്ടർ ബേസ് ജംഗ്ഷൻ ഉണ്ട്. അങ്ങനെ 2 ഡയോഡ്സിനെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന സ്ട്രക്ചറാണ് ട്രാൻസിസ്റ്ററിനുള്ളത്. അപ്പൊ അത് NPN ആണെങ്കിലും PNP ആണെങ്കിലും ഇതാണ് സ്ട്രക്ചർ. അപ്പൊ ഇത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ നമുക്കിനി അതിന്റെ ഓപ്പറേഷനിലോട്ട് പോവാം. അപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെ ബയാസ് ചെയ്തിരിക്കണം. ബയാസിങ്. സോ എനിക്കിത് എങ്ങനെയൊക്കെ ബയാസ് ചെയ്യാം? അപ്പൊ നമുക്ക് 2 സൈഡ് ഉണ്ട്. ഒന്ന് എമിറ്റർ ബേസ് ജംഗ്ഷൻ, അടുത്തത് കളക്ടർ ബേസ് ജംഗ്ഷൻ. ഈ എമിറ്റർ ബേസ് ജംഗ്ഷന് ഞാൻ ഫോർവേഡ് ബയാസും കളക്ടർ ബേസ് ജംഗ്ഷന് ഞാൻ റിവേഴ്സ് ബയാസും ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ആക്റ്റീവ് മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയും. ആക്റ്റീവ് മോഡ് ഓഫ് ഓപ്പറേഷൻ ആക്റ്റീവ് മോഡായിരിക്കും. ഇതാണ് നമ്മൾ നോർമലി ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡ് എന്ന് പറയുന്നത് അതാണ് ട്രാൻസിസ്റ്ററിന്റെ മോഡ്. അപ്പൊ ഇവിടെ നമുക്കൊരു NPN ട്രാൻസിസ്റ്റർ ഉണ്ട്. N ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ആൻഡ് P ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ. ദെൻ അടുത്ത PN ജംഗ്ഷൻ നോക്കുവാണെങ്കിൽ P ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ആൻഡ് N ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ്. സോ ദിസ് ഈസ് ദ റിവേഴ്സ് ബയാസ്. അപ്പൊ എമിറ്റർ ബേസും കളക്ടർ ബേസും നമ്മൾ ഫോർവേഡ് റിവേഴ്സ് ആ കണ്ടീഷനിൽ നമ്മൾ ചെയ്തേക്കുവാണ്. അപ്പോൾ ഇത് കണ്ടീഷൻ ബയാസിങ് കണ്ടീഷൻ പറഞ്ഞു, 2 ഡയോഡ്സിനെ. അപ്പോൾ കാരണം നമുക്ക് ഒരു PN ജംഗ്ഷനെ 2 രീതിയിൽ ബയാസ് ചെയ്യാം, ഒന്നുകിൽ ഫോർവേഡ് അല്ലെങ്കിൽ റിവേഴ്സ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പല പല കോമ്പിനേഷൻസ് ഉണ്ട്. ഇപ്പൊ ഫോർവേഡും റിവേഴ്സും പറഞ്ഞ പോലെ 2 സൈഡും ഫോർവേഡ് ആക്കാം, 2 ഡയോഡിനെയും ഫോർവേഡ് ആക്കാം. അതിനെ നമ്മൾ സാച്ചുറേഷൻ എന്നാണ് വിളിക്കുന്നത്, സാച്ചുറേഷൻ മോഡ്. ദെൻ 2നെയും റിവേഴ്സ് ബയാസ് ആക്കാം. 2 റിവേഴ്സ് ബയാസ് ആണെങ്കിൽ അതിനെ നമ്മൾ കട്ട് ഓഫ്. 2 ഡയോഡ്സ് ഓഫ് ആണ്, സോ ഇറ്റ് ഈസ് കട്ട് ഓഫ്. ദെൻ ലാസ്റ്റ് ഒരു മോഡ് ഉണ്ട്, അതായത് റിവേഴ്സ് ബയാസ്, ഫോർവേഡ് ബയാസ്. എമിറ്റർ റീജിയനെ റിവേഴ്സും കളക്ടർ റീജിയനെ ഫോർവേഡ് ബയാസും ചെയ്യുന്നതിനെ നമ്മൾ ഇൻവേർട്ട് മോഡ് എന്ന് പറയും. ഇൻവേർട്ട് മോഡ്. അപ്പൊ ഇതിൽ ആംപ്ലിഫയർ ആയിട്ടൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന മോഡാണ് നമ്മുടെ ആക്റ്റീവ് മോഡ്. ദെൻ സ്വിച്ച് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് സാച്ചുറേഷനും കട്ട് ഓഫും. കാരണം സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ 2 ഡയോഡ് ഓൺ ആണ്. അപ്പൊ കംപ്ലീറ്റ്ലി ഓൺ, കംപ്ലീറ്റ്ലി ഓഫ് ആണ് കട്ട് ഓഫ്. 2 ഡയോഡും റിവേഴ്സ്. അപ്പോൾ ഓൺ ഓഫ് എന്ന് പറയുമ്പോൾ അത് സ്വിച്ച് ആപ്ലിക്കേഷൻ, സ്വിച്ച് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് 2ാമത്തെ 3ാമത്തെ കണ്ടീഷൻസ് ആണ്. ദെൻ ഒരു മ്യൂട്ട് ഓപ്പറേഷൻ ഒക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഇൻവേർട്ട് മോഡ്. അപ്പൊ ഇതാണ് അതിന്റെ ആപ്ലിക്കേഷനും മോഡ് ഓഫ് ഓപ്പറേഷനും ഒക്കെ. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബയാസിങ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുവാണ്, ഫോർവേഡ് ബയാസ് ചെയ്തേക്കുവാണ്. അപ്പൊ ഇവിടെ ഉള്ള ഇലക്ട്രോൺസ്, ഈ പോകുന്ന ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. കാരണം ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആയ ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്യും. അങ്ങനെ ഇലക്ട്രോൺസ് ഈ ഒരു ബേസിലേക്ക് ട്രാവൽ ചെയ്യും. അപ്പൊ ബേസിനകത്ത് ഹോൾസ് ഉണ്ട്, ഇവിടെ ഹോൾസ് ഉണ്ട്, ഇവിടെ ഹോൾ ഉണ്ട്. ആ ഹോൾസ് റീകോമ്പിനേഷൻ നടക്കും. ഇവിടെ കാണിച്ചിട്ടുണ്ട് ഹോൾസുമായിട്ട് റീകോമ്പൈൻ ചെയ്യുന്ന, ഈ ഇലക്ട്രോൺസ് റീകോമ്പൈൻ ചെയ്യുന്ന ഇവിടെ ഹോൾ കാണിച്ചിട്ടുണ്ട്. കാരണം ഹോളിന്റെ ബേസ് ലൈറ്റ്ലി ഡോപ്ഡ് ആയതുകൊണ്ട് ഹോൾസിന്റെ വാല്യൂ കുറവായിരിക്കും. അപ്പൊ ഈ ഇലക്ട്രോൺസ് ഹോൾസും തമ്മിൽ റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട്. അത് വളരെ കുറവായിരിക്കും. ഒരു ഗുഡ് ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ ബേസിന്റെ വിഡ്ത്ത് കുറവായിരിക്കണം, അതുപോലെ തന്നെ ഈ റീകോമ്പിനേഷൻ ഒക്കെ വളരെ കുറവായിരിക്കണം. അപ്പം എമിറ്ററിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ്, ഇവിടെ NPN ആയതുകൊണ്ട് ഇലക്ട്രോൺസ് ആയിരിക്കും, ബേസിൽ റീകോമ്പിനേഷൻ നടക്കും. ബാക്കിയുള്ള ഇലക്ട്രോൺസ് കളക്ടർ കളക്ട് ചെയ്യും. കാരണം കളക്ടർ കളക്ട് ചെയ്യുമെന്ന് പറയാൻ കാരണം ഇത് റിവേഴ്സ് ബയാസ് ചെയ്തേക്കുവാണ്. N ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ്. സോ ഇങ്ങനെ അട്രാക്ട് ചെയ്ത് വിടുവാണ്. അപ്പോൾ ഇവിടെ കളക്ട് ചെയ്യുവാണ്.
കളക്ടർ അത് കളക്ട് ചെയ്യും. സോ ദ ഫോർവേഡ് ബയസ് ഇൻ ദ എമിറ്റർ ബേസ് ജംഗ്ഷൻ കോസസ് ഇലക്ട്രോൺ ടു മൂവ് ടുവേർഡ്സ് ദ ബേസ്. സോ അങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആ ഒരു കറണ്ട് എന്ന് പറയുന്നത്. അവിടെ ഐ എന്ന് പറയുന്ന ഒരു കറണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ശരിക്കും ഇവിടെ ഐയുടെ ഇതിപ്പോൾ ഇലക്ട്രോൺസിന്റെ പാത്താണ് ഈ കാണിച്ചേക്കുന്നത്. ഇവിടെ ഐ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഐയുടെ ഡയറക്ഷൻ ശരിക്കും ഇങ്ങോട്ടാണ് ഐ. അതുപോലെ തന്നെ ഇവിടെ കളക്ടർ കളക്ട് ചെയ്യുന്നത് എന്തിനാണ്? ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യുകയാണ്. സോ ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവും ഐ സി, അതിന്റെ ഡയറക്ഷൻ ടെർമിനൽ കറണ്ട്സ് ആണ്, ഇത് ഇങ്ങോട്ടായിരിക്കും. ഐ പുറത്തേക്കും ഐ സി അകത്തോട്ടുമാണ്. അപ്പൊ ഐ ബിയും അകത്തോട്ടായിരിക്കും, സോ ഐ ഈസ് ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി. ആ ഒരു കറണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഈ രീതിയിലാണ് എൻ്റെ മോഡ് ഓഫ് വർക്കിംഗ് പറയുന്നത്. ദെൻ നമ്മൾ അതിന്റെ ബാക്കി കണ്ടീഷൻ പറഞ്ഞു. ദീസ് റീകമ്പൈൻ ഇലക്ട്രോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് സ്മോൾ ബേസ് കറണ്ട്. അപ്പോൾ അവിടെ റീകോമ്പിനേഷൻ നടക്കുന്നതും ഒക്കെയാണ് ബേസ് കറണ്ടിന്റെ റീസൺ. അപ്പോൾ ബേസിൽ റീകോമ്പിനേഷൻ നടക്കുന്നു, ദാറ്റ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ സ്മോൾ ബേസ് കറണ്ട്. അപ്പം ബേസ് കറണ്ട് ഉണ്ടാവാൻ വേറെ റീസൺ ഉണ്ട്. കാരണം ഫസ്റ്റ് പി എൻ ജംഗ്ഷനിൽ നിന്നും ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഇവിടുന്ന് കുറച്ച് ഹോൾസ് ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതും ഒരു റീസൺ ആണ്. അപ്പൊ എങ്ങനെയൊക്കെ ഹോൾസ് ബേസിൽ നഷ്ടപ്പെടുന്നുണ്ടോ അതിനെയൊക്കെ ഇവിടുന്ന് റീസപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഹോൾസിനെ ഇവിടെ റീസപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ കാണിച്ചേക്കുന്ന ഇലക്ട്രോണിന്റെ ഡയറക്ഷനാണ്. ഇലക്ട്രോൺ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ ഹോള്. അപ്പോൾ ഹോളിനെയാണ് ഇവിടെ റീസപ്ലൈ ചെയ്യുന്നത്. പിയിൽ എന്താണോ നഷ്ടപ്പെട്ടു പോകുന്നത് അതിനെ റീസപ്ലൈ ചെയ്യും. റീകോമ്പിനേഷൻ വഴി ഹോൾസ് നഷ്ടപ്പെടും. അതുപോലെ തന്നെ കുറച്ച് ഹോൾസ് എമിറ്ററിലോട്ടും പോകുന്നുണ്ട്. സോ ആ ഹോൾസിനെയൊക്കെ റീസപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ബേസ് കറണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ബേസ് കറണ്ടിന്റെ മെയിൻ റീസൺ റീകോമ്പിനേഷൻ തന്നെയാണ്. സോ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ബേസ് കറണ്ട്. അപ്പോൾ ടോട്ടൽ കറണ്ട് നമ്മൾ പഠിച്ചു, ഐ ഈസ് ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി. അപ്പോൾ ഇതാണ് ഒരു ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഫോർവേഡ് ബയസ് കാരണം ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു, ബേസിൽ റീകോമ്പിനേഷൻ നടക്കുന്നു, കളക്ടർ റിവേഴ്സ് ബയസ് ചെയ്തേക്കുന്നത് കൊണ്ട് അത് കളക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ 3 കറണ്ടുകൾ ടെർമിനൽ കറണ്ട്സ് ഉണ്ടാവും, ഐ ബി ആൻഡ് ഐ സി. സിമിലർലി ആണ് നമ്മുടെ പി എൻ പിയുടെയും വർക്കിംഗ്. ഒരു ഡിഫറൻസ് ഉള്ളൂ, ഇവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആയിരിക്കും. ഇവിടുത്തെ ഹോൾസ് ആയിരിക്കും എമിറ്റ് ചെയ്യുന്നത്, എന്നിലുള്ളത് ഇലക്ട്രോൺസ് ആയിരിക്കും. അവിടെ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ വീണ്ടും നടക്കും. റിമൈനിങ് ഹോൾസിനെ കളക്ടർ കളക്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ ബയാസിങ് ചേഞ്ച് ആവുന്നുണ്ട്. പി ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ആണ്. കണ്ടോ, ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആണ് ഫോർവേഡ് ബയസ്, ഇവിടെ നെഗറ്റീവ് ആണ് കളക്ടർ സൈഡ്. അപ്പോൾ ഇവിടെ ഹോൾസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന കാരണം ഇവിടുത്തെ ഐ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. ഇവിടെ കളക്ടർ കളക്ട് ചെയ്യുന്നത് ഹോൾസിനെയാണ്. സോ കറണ്ടും അങ്ങോട്ടായിരിക്കും. അപ്പോൾ ഐ അകത്തേക്ക് ഐ ബിയും ഐ സി ഒക്കെ പുറത്തോട്ടാണ്. സോ ഐ ഈസ് ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി. സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ എൻ പി എന്റെയും പി എൻ പിയുടെയും വർക്കിംഗ് പറയുന്നത്. ഇവിടെ ഹോൾ ഇലക്ട്രോൺ റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട്. ആ റീകോമ്പിനേഷൻ ഓഫ് ഹോൾസ് ആണ് ബേസ് കറണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമിലർ ആയിട്ടുള്ള വർക്കിംഗ് ആണ്. ബയാസിങ് കണ്ടീഷൻസ്, പൊളാരിറ്റി ഒക്കെ മാറും, അതല്ലാതെ ചേഞ്ചസ് ഇല്ല. മെജോറിറ്റി കാരിയേഴ്സും മാറും. പി എൻ പിക്കകത്ത് ഹോൾസ് ആയിരിക്കും മെജോറിറ്റി കാരിയേഴ്സ്. അപ്പോൾ ഇത് അതിന്റെ പി എൻ പിയുടെയും എൻ പിയുടെയും സ്ട്രക്ചേഴ്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ സിമ്പിൾ നമുക്കിവിടെ കാണാം. സോ ഈ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതൊക്കെ ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ ആരോ ഇൻ ദ എമിറ്റർ ടെർമിനൽ ഇൻഡിക്കേറ്റ്സ്? അത് ഡയറക്ഷൻ ഓഫ് എമിറ്റർ കറണ്ട് ആണ്. എമിറ്റർ കറണ്ടിന്റെ ഡയറക്ഷനെയാണ് ഈ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് പി എൻ ബി ആയാലും എൻ ബി എൻ ആയാലും ഡയറക്ഷൻ ഓഫ് ടെർമിനൽ കറണ്ട് ഐ, അതാണ് ആരോ ഇൻഡിക്കേറ്റ്സ് ഇൻ എ ട്രാൻസിസ്റ്റർ സിമ്പിൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാൻസിസ്റ്ററിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ പറഞ്ഞു. ആക്റ്റീവ് മോഡ് എന്ന് പറയുമ്പോൾ എമിറ്റർ ജംഗ്ഷൻ, അങ്ങനെ പറയാം. എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്ന പോലെ എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ആണ്, കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആൻഡ് കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ്. സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും ഫോർവേഡ് ബയസ്ഡ് ആണ്. ഇനി കട്ട് ഓഫ് മോഡ് എന്ന് പറഞ്ഞാൽ 2 ഡയോഡ്സും റിവേഴ്സ് ബയസ്ഡ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫോർവേഡ്, എമിറ്റർ ഫോർവേഡ്, കളക്ടർ റിവേഴ്സ് ബയസ്. ദെൻ ഞാൻ പറഞ്ഞ പോലെ ഒരു മോഡുണ്ട്, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ മെൻഷൻ ചെയ്യാത്തത്. നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മാർക്ക് ചെയ്യുമ്പോൾ 3 മോഡുകൾ മാത്രമാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ആക്റ്റീവ്, സാച്ചുറേഷൻ, കട്ട് ഓഫ് വെച്ചിട്ടാണ് ട്രാൻസിസ്റ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ 3 മോഡുകളാണ് ഡിഫൈൻ ചെയ്യുന്നത്: ആക്റ്റീവ് മോഡ്, സാച്ചുറേഷൻ മോഡ് ആൻഡ് കട്ട് ഓഫ് മോഡ്. അപ്പം ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമുക്ക് അതിലേക്ക് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ കണക്ഷൻ, ഒരു ട്രാൻസിസ്റ്ററിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് കോൺഫിഗർ ചെയ്യാം, അതിലൊരെണ്ണമാണ് CB, കോമൺ ബേസ്, ദെൻ കോമൺ എമിറ്റർ ആൻഡ് കോമൺ കളക്ടർ.
അപ്പോൾ ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ്, ഇതൊക്കെ എക്സാമിന് സ്ഥിരം ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ ഏതാണ് ഇമ്പിഡൻസ് മാച്ചിങ്ങിന് ഉപയോഗിക്കുന്നത്, അതല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്, അതുപോലെ തന്നെ ഇൻപുട്ട് ഇമ്പിഡൻസ് ലോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ലോ, ഇത് ഏതിനാണ്, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള കമ്പാരിസൺ നമുക്ക് കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ എന്ന് ചോദിക്കാം. പിന്നെ ഇതിനകത്ത് തന്നെ വരുന്നതാണ് ആൽഫ, ബീറ്റ, ഗാമ റിലേഷൻസ്. ആൽഫയുടെ വാല്യൂ എങ്ങനെയാണ്, ബീറ്റയുടെ വാല്യൂ എങ്ങനെയാണ്, ആ റിലേഷൻസ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ആൽഫ ബീറ്റ റിലേഷൻസ്. അപ്പോൾ അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് BJT. ദെൻ BJTയുടെ ബയാസിങ് മെത്തേഡ്സ് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ആംപ്ലിഫയേഴ്സ്, BJTയുടെ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആംപ്ലിഫയേഴ്സ് പഠിക്കാം. ദെൻ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ FET കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന ലെക്ചേഴ്സിൽ നമുക്കതെല്ലാം കവർ ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക ഈ ഒരു എക്സാമിന് വേണ്ടി. അപ്പം എല്ലാ ആശംസകളും. ഓക്കെ, താങ്ക് യു.